യു എയിലൊരു ജോലി കിട്ടി, നമ്മൾ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ്ലി അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത സമയത്ത് കമ്പനി പറയുകയാണ് അതിനകത്ത് മോഫ ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് മോഫ ഉണ്ട്, യു എ മോഫൻ്റെ സ്റ്റാമ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കമ്പനി നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മളുടെ മോഫ ഇല്ല. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, അറിയാത്തവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇത് നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് വന്നൊരു ഡോക്യുമെൻ്റാണ്. ഇതിനകത്ത് നോട്ടറി സബ് ഡിവിഷൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് യു എ എംബസി ഇൻ ഇന്ത്യ. ഈ യു എ എംബസീൻ്റെ ഈ സ്റ്റാമ്പിൽ നമുക്ക് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സോ ആൾക്കാരുടെ വിചാരം ഇത് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വിസയ്ക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ സ്റ്റാമ്പ് പ്ലസ് നമുക്ക് ഇവിടെ അറ്റസ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വിസ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു എ എംബസി കഴിഞ്ഞിട്ട് ഇവിടെ ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ ഈ റെഡ് കളറിൽ വരുന്ന, ഈ പിങ്ക് കളറിൽ വരുന്ന ഈ സ്റ്റാമ്പും കൂടി നമുക്ക് ആവശ്യമാണ്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന ടൈം ഫ്രെയിം വരുന്നത് 1 to 2 വർക്കിംഗ് ഡേയ്സ് ആണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഫിസിക്കലി ഇവിടെ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് ഇന്ന് കളക്ട് ചെയ്താൽ നാളെ വൈകുന്നേരം കംപ്ലീറ്റ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അഥവാ ഒന്നും ചെയ്തിട്ടില്ലേ, നാട്ടിലത്തെയും ഇവിടത്തെയും ഫുൾ അറ്റസ്റ്റേഷൻ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 7 to 9 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നാട്ടിലത്തെയും ഇവിടത്തെയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് നമ്മൾ ഡെലിവറി ചെയ്യും.